ക്യാമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രിയാണ് കേട്ടോ, ഏകദേശം രാത്രി ആയിട്ടുണ്ട്, ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ ലൂയിക്കുട്ടൻ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ലൂയിക്കുട്ടൻ അവിടെ ഫുള്ളിങ്ങനെ നടന്നിരുന്നേനെ കേട്ടോ. അവനിങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മയുടെയും കോഫി വന്നു. എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കുകയുണ്ടോ. ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നതോടുകൂടി നമ്മുടെയൊക്കെ ഫേസൊക്കെ ആകെ പോയി. പിന്നെ അത്യാവശ്യം ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ ഒരു നീല കളർ വെളിച്ചം വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ ലൂയിക്കുട്ടൻ ചിക്കൻ വരാത്തതിൻ്റെ വിഷമത്തിൽ മാറിയിരിക്കുകയുണ്ടാവും. കുറേ നേരം ചിക്കൻ എന്നും പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ കോഫിയാണ് ആദ്യം വന്നത്. അങ്ങനെ കുറേ നേരം ലൂയിക്കുട്ടൻ്റെ കളിയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇത്തിരി ലേറ്റ് ആയിട്ടോ ഫുഡ് വന്നത്. നമ്മൾ ഓർഡർ കൊടുത്തെങ്കിൽ ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ലൂയിക്കുട്ടൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞായിരുന്നു. എന്നാലും ലൂയിക്കുട്ടൻ ഫുള്ള് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു തന്നെ ലൂയിക്കുട്ടൻ അതിനൊക്കെ ഡാൻസൊക്കെ കളിച്ച് അവൻ്റെ സമയമൊക്കെ അങ്ങനെ കളഞ്ഞു കേട്ടോ കുറച്ച് നേരം. അപ്പോഴേക്കും എൻ്റെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അടുത്ത ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ലൂയിക്കുട്ടൻ അവിടുത്തെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് അത് വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ലോഡഡ് ഫ്രൈസിൻ്റെ അവർ സോസ് എന്തോ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു മോമോസ് ഓർഡർ ചെയ്തു. പിന്നെ ആൽഫ്രഡോ പാസ്ത ഓർഡർ ചെയ്തു കേട്ടോ. അതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. ഓട്ടോക്കാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിലൊക്കെ. അപ്പോൾ ലൂയിക്കുട്ടനെ കൊണ്ട് കയറാൻ അങ്ങനെ പറ്റില്ലായിരുന്നു. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോയി ലൂയിക്കുട്ടനെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇന്ന് നേരെ ഫിലിമിന് പോവാം കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഫിലിം കാണാനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാവരും തിരക്ക് കഴിഞ്ഞതിന് ശേഷം കാണാമെന്ന് വെച്ചിട്ട് അപ്പോൾ പോകുന്ന വഴി തിയേറ്ററിൽ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കുറച്ച് നേരം പിള്ളേരുടെ. അതിന് ശേഷം നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി കയറി. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നാൽ നമ്മളധികം നേരത്തെ ഒന്നും ചെന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന നേരത്തെ ഒരു മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവം ഇനിയിപ്പോൾ സിനിമയെ കാണാൻ ആരും ഇല്ലാണ്ട് സിനിമ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. എന്നാലും ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം തുടങ്ങാൻ നേരമായപ്പോൾ കുറേ ആൾക്കാർ വന്നു കേട്ടോ. ആദ്യം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒറ്റ ആളില്ല കേട്ടോ. ഞങ്ങൾ 2-3 പേര് മാത്രം തിയേറ്ററിൽ മാത്രമേ കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് തന്നെ തിരക്ക് കുറയുന്നതാണ് വിചാരിച്ചത്. പക്ഷേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തിരക്കുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മുടെ ഞങ്ങൾ ലക്ഷ്മിയിലാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മി ജ്വല്ലറിയുടെ പരസ്യം ഇവരെ തിയേറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫിലിമൊക്കെ തുടങ്ങി കേട്ടോ. എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ ആയി. ചില സീനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്നതാണ് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുഞ്ഞേതായിട്ട് പേടി.